ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഖുർആനിലെ വളരെ അത്ഭുതകരവും വളരെ രഹസ്യവുമായൊരായിട്ടുണ്ട്. ഇതായിട്ട് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഇതൊരു അത്ഭുതകരമായ ആയത്താണ്. ഇതുകൊണ്ടുണ്ട ഈ ആയത്ത് ഒരു മനുഷ്യനിൽ ചെല്ലുന്ന സ്വാധീനത്തിന് കയ്യും കണക്കുകയില്ല. ചിന്തിക്കുക, ഒരാൾ ഈ ആയത്ത് തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന നേരത്ത് ഒരു തവണ തൻ്റെ തലയിൽ കൈവച്ച് മഹ്ഫൂദുൻ ഹത്താ യർജിഅ ഇലാ അഹ്ലിഹി, തിരിച്ചു വരുന്നത് വരെ മഹ്ഫൂദായിരിക്കും, സംരക്ഷിക്കപ്പെടുമെന്ന് ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിലുണ്ട്. എന്തുകൊണ്ട്? അത് പുണ്യ റസൂലിനുമായി ബന്ധപ്പെട്ട ആയത്താണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഈ ആയത്ത് അത്ഭുതകരമായ ആയത്താണ്. ഒരു അത്ഭുതകരം എന്ന് പറഞ്ഞാൽ വല്ലാത്ത അത്ഭുതമാണ് ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങളെ പരിഹരിച്ചു തരട്ടെ. ഇന്ന് ഞാൻ ഒറ്റ കാര്യങ്ങളോട് ഉപദേശിക്കുക. കൂട്ടത്തിൽ ഇന്നത്തെ പ്രശ്നം തിരിച്ച് നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു മാർഗം, എല്ലാ ദിവസവും ഒരു 100 വട്ടെങ്കിലും ലഖദ് ജാഅകും ചൊല്ലിയിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യുക. എല്ലാവരും ഒരു 100 വട്ടം, എപ്പോഴും ആവാം. 24 മണിക്കൂറിനുള്ളിൽ ഒരു 100 തവണയെങ്കിലും ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. എപ്പോഴെങ്കിലും ഒരു നേരം, ഏതെങ്കിലും ഒരു സമയത്ത് ഒരു 100 ലഖദ് ജാഅകും എന്ന ആയത്തോട് ആ ആയത്തെ ഓതിയിട്ട് അള്ളാഹിനോട് പറയാം, റബ്ബേ സമുദായത്തിൻ്റെ കാര്യം പരിഹരിച്ചു തരണേ. അള്ളാഹു നമുക്ക് പരിഹരിച്ചു തരും. അള്ളാഹു നമുക്ക് പരിഹരിച്ചു തരട്ടെ. ഇത് ഖുർആന്റെ രഹസ്യമായ ആയത്താണ്. ഇതുകൊണ്ട് നടക്കാത്തൊരു കാര്യമില്ല. അത്ഭുതകരമായ ആയത്താണ്. അത്ഭുതം എന്ന് പറഞ്ഞാൽ അത്ഭുതം. മുഅ്മിനേ, എന്തുകൊണ്ടാണ് ഹബീബുമായി ബന്ധപ്പെട്ട ആയത്താണ്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസിക്കുന്ന ആയത്താണ്. അത് വളരെ അത്ഭുതകരമായ ആയത്താണ്. നിങ്ങൾ ചിന്തിക്കണം, ആയത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഒരാൾ തന്റെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വലത്തെ കൈയിൽ ശിരസിൽ വെച്ച് കുടുംബത്തിലേക്ക് തിരിച്ചു വരുന്നത് വരെ അവൻ സംരക്ഷിക്കപ്പെടും. ഈ ആയത്തിന്റെ ഫളായിലിൽ കാണാം. വ്യാഴാഴ്ച മഗ്രിബ് നിസ്കരിച്ചിട്ട് 3 വട്ടം ചൊല്ലിയാൽ ഒരാഴ്ച അവനെ കണ്ണീർ ബാധിക്കുകയില്ല. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. വ്യാഴാഴ്ച മഗ്രിബ് നിസ്കരിച്ചിട്ട് വ്യാഴാഴ്ച മഗ്രിബ് നിസ്കരിച്ചു, വെള്ളിയാഴ്ച രാവിലെ വ്യാഴാഴ്ച അസ്തമിക്കുന്ന സമയത്ത് മഗ്രിബ് നിസ്കരിച്ച് എന്നിട്ട് 3 വട്ടം ചൊല്ലുക. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. 3 വട്ടം ചൊല്ലിയാൽ മതി. 3 വട്ടം ചൊല്ലിയാൽ ആ മനുഷ്യന് ഇലൽ ജുമുഅത്തിൽ ആതിയ, അടുത്ത ജുമുഅ വരെ കണ്ണീർ ബാധിക്കൂല. അല്ലാഹു തആല കണ്ണീറിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അൽ ഐനു ഹഖ്ഖുൻ, കണ്ണീർ സത്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ. തുസ്ലുൽ ജമല ഇലൽ ഖദ്രി വൽ മർഹ ഇലൽ ഖബ്രി. കണ്ണീർ പറ്റിയാൽ എത്ര നിപുണനായ ഒട്ടകമാണെങ്കിലും ചട്ടിയിലെത്തും. വൽ മർഹ ഇലൽ ഖബ്രി, കണ്ണീർ പറ്റിയാൽ ഏത് യോഗ്യനായ മനുഷ്യനും ഖബറിലും എത്തും എന്ന് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ കണ്ണീർ ഒഴിവാക്കാൻ ഒരു മാർഗം ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. വ്യാഴാഴ്ച മഗ്രിബ് നിസ്കരിക്കുക. എന്നിട്ട് അഥവാ വെള്ളിയാഴ്ച രാവിലെ എന്ത് ചെയ്യാ? മറക്കരുത് 3 തവണ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. കണ്ണീർ ബാധിക്കൂല. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ.
ഉറക്കെ പറ, അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ, അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ, അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. വളരെ വലിയ നേട്ടമാണ്. ഇന്നത്തെ പ്രശ്നം പരിഹരിക്കാനത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒന്നുകൂടി മറക്കരുത്. ഒരു 100 വട്ടെങ്കിലും ഈ ആയത്തോട് ആ ദിവസം എന്നിട്ട് ദുആ ചെയ്യുക, പ്രശ്നം പരിഹരിക്കും. വെള്ളിയാഴ്ച ജുമാ നിസ്കരിച്ചുള്ള ഒരാള്, ജുമാ നിസ്കാരം കഴിഞ്ഞ ഒരാള് അസറിന്റെ മുമ്പ് 99 വട്ടം ഈ ആയത്തോടിയാൽ ഒരാഴ്ച ഹലാലായ ഭക്ഷണത്തിന് തടസ്സം ഉണ്ടാവില്ല. ഈ ആയത്തിന് പ്രത്യേകതയിൽ കാണാം. ജുമാ നിസ്കരിച്ചിട്ട് അസറിന്റെ മുമ്പ് 99 വട്ടം ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൂ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മനസ്സ് തുറക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പേടിക്കണ്ട, എല്ലാം നമ്മളെ കയ്യിലുണ്ട്. പേടിക്കണ്ട, എല്ലാം നമ്മളെ കയ്യിലുണ്ട്. എല്ലാ സമൃദ്ധിയും നമ്മളെ കയ്യിലുണ്ട്. എല്ലാ ഇസ്സത്തും നമ്മളെ കയ്യിലുണ്ട്. എല്ലാം 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 പടച്ചതമ്പുരാൻ തന്നിട്ടുണ്ട്. എല്ലാം നമ്മളെ കയ്യിലുണ്ട്. അല്ലാഹു തന്ന നിഅമത്തുകൾ വളരെ വലുതാണ് മുഅ്മിനീങ്ങളെ. ആ നിഅമത്തുമെല്ലാം അല്ലാഹു കെട്ടിവെച്ചത് മുഹമ്മദ് മുസ്തഫ. വകൈഫ യുദ്രികു ഫിദ്ദുനിയ ഹഖീഖതഹു ഖൗമുൻ നിയാമുൻ തസല്ലൗ അൻഹു ബിൽ ഹുൽമി. ബുദ്ധി ഉപയോഗിക്കാതെ കടന്നിറങ്ങുന്ന മനുഷ്യന്മാർക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഏത് കാര്യത്തിൽ പരിഹാരമാണ് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണം, പുണ്യ മുഹമ്മദ് മുസ്തഫ. എവിടെ ഇന്നതിനൊന്നുമില്ല, എന്തിനും എന്തിനും. മകളെ കെട്ടിക്കാൻ നേരം വൈകി എന്ത് ചെയ്തോ? ആരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ. എന്താ ചെയ്യേണ്ടത്? കസറത്തു സ്വലാത്തി അലൻ നബിയിൽ മുസ്തഫ. സ്വലാത്തിലേക്കോ അതിന് പരിഹാരം ഉണ്ടാവും. ക്യാൻസർ ബാധിച്ചു, എന്താ പരിഹാരം? എന്താ പരിഹാരം? കസറത്തു സ്വലാത്തി അലൻ നബിയിൽ മുസ്തഫ. ഹബീബിന്റെ മേൽ സ്വലാത്തിലേക്കോ. എന്നാൽ ദുനിയാവും ആഖിറവും ഉണ്ടാവും. وما كان الله ليعذبهم وانت فيهم. നബിയെ, അങ്ങൊരു ജനതയിലുണ്ടെങ്കിൽ ആ ജനതയ്ക്ക് അദാബ് ഉണ്ടാവുകയില്ല. ഐ അദാബു ദുനിയാ വൽ ആഖിറ. ദുനിയാവിൽ അദാബുമില്ല, ആഖിറത്തിൽ അദാബുമില്ല. സൂറത്തുൽ അൻഫാൽ 33-ാമത്തെ ആയത്ത്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മനസ്സ് തുറന്ന് പറയും, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് പഴയ കാലത്ത് കൃഷിപ്പണി തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം, കൃഷി നെല്ല് വിത്തിറക്കുന്നതിൻ്റെ തലേ ദിവസം പഴയ കാലത്ത് ഒരു റസൂലുള്ളാഹിന്റെ പേരിൽ മൗലിദ് ഓതിയിട്ട് യാസീൻ ഓതി ഒന്ന് ദുആ ചെയ്യും. പതിവുണ്ടായിരുന്നു, പഴയ കാലത്ത് പതിവുണ്ടായിരുന്നു.